കഴിഞ്ഞ 9 മാസം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയില്ലേ? നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയില്ലേ? കരയിച്ചില്ലേ? വഴി അടച്ചില്ലേ? ഇന്ന് പറ പിശാചേ, മരണമേ, ഓ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, നിന്റെ ജയം എവിടെ? ജയിക്കത്തില്ല. ഭയങ്കര ഒരു ഒരു പ്രൊഫറ്റിക്കൽ വേർഡ്. പത്രോസിന് പറയാ, ഞാൻ എന്റെ സഭയെ പണിയും. നമ്മളെ ഭൂമിയിൽ ഇപ്പൊ വിട്ടിരിക്കുന്നതാ, നമ്മളെ പണിയാനാ ദൈവത്തിന്റെ ഇഷ്ടം. എന്നോട് പരിശുദ്ധമ പ്രവചിക്കുന്നു, ഉടഞ്ഞ ആരൊക്കെയോ ഇന്ന് ഇതിനകത്തുണ്ട്. ഉടഞ്ഞു പോയ ആരൊക്കെയോ ഇതിനകത്തുണ്ട്. വക്കു പൊട്ടിപ്പോയത്, അവിടെ എവിടേക്കോ ഒടിവ് സംഭവിച്ചത്, എവിടേക്കോ ചുളുക്കം വന്നത്, എവിടേക്കോ പൊട്ടിപ്പോയത്, എവിടേക്കോ മണ്ണ് ഉറക്കാതിരുന്നത്. പക്ഷെ നീ ചക്രത്തിൽ ഇരിക്കാൻ റെഡിയാണോ? ചക്രത്തിൽ ഇരിക്കാൻ റെഡിയാണോ? റെഡിയാണോ? 10ാം മാസം നീ പണിയുമെന്ന്. ഉടഞ്ഞതൊക്കെ പണിയുന്നല്ലോ. ഉടഞ്ഞത് പണിയുന്നു. വക്ക് പൊട്ടിയത് ഇന്ന് പുതിയതായി, ഉടഞ്ഞു പോയത് പുതിയതായി. നിന്റെ വക്ക് പൊട്ടിയത് കണ്ടിട്ട് ആരൊക്കെയോ പറഞ്ഞു ഇനി ഇത് ഉപയോഗമില്ലെന്ന്. വക്ക് ഉടഞ്ഞിരിക്കുന്ന കണ്ടപ്പോ ആരൊക്കെയോ പറഞ്ഞു പൊട്ടിപ്പോയി. ഏതെങ്കിലും വേസ്റ്റിൽ കൊണ്ടിടാ. പക്ഷെ തമ്പുരാൻ പറയുന്നു, ഇല്ല, ഞാൻ പണിയൂ, ഞാൻ പണിയൂ, ഞാൻ പണിയൂ. ആരാ സഭ? ആരാ സഭ? ഹല്ലേലൂയ, നമ്മളാ സഭ, നമ്മളാ സഭ. ആരാ സഭ? വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം നമ്മൾ ഓരോരുത്തരും. ആ സഭ നമ്മളെ നോക്കി പറയുക, ഞാൻ പണിയുമെന്ന്. ഞാൻ പണിയോ? പൊളിക്കാൻ നോക്കിയാലും ഞാൻ പണിയോ? ഹല്ലേലൂയ. ഒരുത്തനും ജയിക്കത്തില്ല. ഒരാവിചാരം ചെയ്യുന്നവനും ജയിക്കത്തില്ലെന്ന്, ഒരു മന്ത്രം ചെയ്യുന്നവനും ജയിക്കത്തില്ലെന്ന്, ഒരു ശുദ്രം ചെയ്യുന്നവനും ജയിക്കത്തില്ലെന്ന്. തൊടുന്നു തൊടുന്നു തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര തീ, ഭയങ്കര ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ. ജയിക്കത്തില്ല, 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 ജയിക്കത്തില്ല. നിന്റെ മേലൊരു ഭയങ്കര പണിയെ എവിടുന്നാ വരുന്നത് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, നീ ഒരു പുതിയ പാത്രമായിട്ട്, പുതിയ പാത്രമായിട്ട്, ഒരു പുതിയ പാത്രമായി. പരിമിതികൾ പൊളിയുന്നു, പരിമിതികൾ പൊളിയുന്നു, പരിധികൾ പൊട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു ഭയങ്കര ഫ്രീഡം പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ഒരു ഭയങ്കര ദൈവശക്തി. കാഴ്ചക്കാരായി ഇരിക്കരുത്. ഒരു ഭയങ്കര സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നു, 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 ചലിക്കുന്നു. കത്തുന്നത് പോലെ അഭിഷേകത്തിന് തീ ഇറങ്ങുന്നു. അഭിഷേകത്തിന്റെ വക്കുടഞ്ഞതൊക്കെ പൊട്ടുന്നു. വക്കുടഞ്ഞു പോയത് ഉടയത്തില്ല, 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 തകരത്തില്ലെന്ന്, തകരത്തില്ലെന്ന്. തമ്പുരാൻ പണിയുമെന്ന്, തമ്പുരാൻ പണിയുമെന്ന് ആരോടോ പ്രവചിക്കുകയാ. ഉടയത്തില്ല, ഉടയത്തില്ല, വക്ക് പൊട്ടത്തില്ല. കരമടിച്ചു, കരമടിച്ചു, കരമടിച്ചു. പൊട്ടിപ്പോകത്തില്ല. നീരിക്കുന്നത് കുശവന്റെ ചക്രത്തിനകത്താ. നീരിക്കുന്നത് ചക്രത്തിലാണെന്ന്. നീരിക്കുന്നത് ചക്രത്തിലാ.
പൊട്ടിപ്പോകത്തില്ല, പൊട്ടിപ്പോകത്തില്ല. പണിയുന്നു 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 പണിയുന്നു. ഒരു ഭയങ്കര പണി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടയത്തില്ല, ഉടയത്തില്ല, പൊട്ടത്തില്ല. ഉടയത്തില്ല, പൊട്ടിപ്പോകത്തില്ല, 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 ഉടഞ്ഞു പോകത്തില്ല. പണിയുന്നു പണിയുന്നു യേശുവിന്റെ നാമത്തിൽ. ഉടയത്തില്ല, ഉടയത്തില്ല, പൊട്ടിപ്പോകത്തില്ല. പുതിയതെന്തോ തുന്നിച്ചേർക്കുന്നു. അച്ഛാ, പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. പുതിയതെന്തോ 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 കൂടിച്ചേരുന്നത് പോലെ. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. പുതിയത് ചിലത് കൂടിച്ചേരുന്നത് പോലെ, പുതിയത് ചിലത് കൂടിച്ചേരുന്നു. ഉടഞ്ഞു പോയത്, വക്കു പൊട്ടിയത്, നഷ്ടപ്പെട്ട നന്മകൾ തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ച്. പ്രാപിച്ചോ. ഹാലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹാലേ. പ്രാപിച്ചേ. ഹല്ലേലൂയ ഹാലേ ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. ഞാൻ ഇരിക്കുന്നത് കുശവന്റെ, ഞാൻ ഇരിക്കുന്ന ചക്രത്തിലാണെന്ന് പറ. ഞാൻ ഇരിക്കുന്ന ചക്രത്തിലാ, ഞാൻ ഇരിക്കുന്നത് ചക്രത്തിലാ. ഓ മോനെ, നീ പറ, നീ ഇരിക്കുന്നത് ചക്രത്തിലാ. വക്കു പൊട്ടത്തില്ല, ഉപയോഗശൂന്യമാകത്തില്ല. നീ ഉപയോഗിക്കൂ, നീ ഉപയോഗിക്കൂ. ഓ നീ എനിക്കറിയാം അസാധാരണമായ ദൈവശക്തി. ഓ ആരൊക്കെയോ ഉപയോഗിക്കുന്നു. ഒരു ദൈവശക്തി ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മഴ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ മഴ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. ആ മഴ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു. ഇപ്പോൾ അത് പോകട്ടെ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അതിപ്പോൾ അവിടുന്ന് ചൊങ്ങുകയാ. എവിടെ മഴ? ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇപ്പോൾ അത് യേശുവിന്റെ നാമത്തിൽ ഈ മാതാവിന്റെ തൊണ്ടയിൽ നിന്ന് ഇല്ലാതാവട്ടെ. യേശു സൗഖ്യമാക്കിയോ? യേശു സൗഖ്യമാക്കിയോ? യേശു സൗഖ്യമാക്കുന്നു. യേശു സൗഖ്യമാക്കുന്നു. യേശു സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ.
ആയതും ബ്യൂട്ടിഫുൾ അല്ലാത്തതുമൊക്കെ ആയത് ഹല്ലേലൂയ പുറംപുറമ്പി കിടന്ന് ഹല്ലേലൂയ ആ വീട്ടിലുള്ള ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല. ആ നാട്ടിലുണ്ടായിരുന്ന ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല. ആ വിരുന്നിന് വന്ന ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല. ആരുടെയും കണ്ണിൽ അത് കണ്ടില്ല. മധ്യസ്ഥങ്ങളെ, ലോകത്തിലെ ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ ഉപയോഗിക്കാൻ തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, ജയ്സൺ ബ്രദറെ, ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും അകത്തു വരൂ, അകത്തു വരൂ, അകത്തു വരൂ. ഓ, ആരൊക്കെയോ ഇന്ന് എഴുന്നേൽക്കുകയാ, ആരൊക്കെയോ ഇന്ന് എഴുന്നേൽക്കുകയാ, ആരൊക്കെയുടെ മേലിന്ന് അമ്മാവന്മാര് പറയും ഞാൻ റെക്കമെൻഡ് ചെയ്യാം, അങ്കിളുമാര് പറയും ഞാൻ കൊണ്ടുപോകാം, കൂടെയുള്ളവര് പറയും അലശ ഞങ്ങൾ ചെന്ന് പറയാ. പക്ഷെ ആരും റെക്കമെൻഡ് ചെയ്യില്ലെങ്കിലോ, ആരും പറഞ്ഞില്ലെങ്കിലോ, തമ്പുരാൻ അകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച എനിക്കറിയാം ഭയങ്കര ദൈവ സാന്നിധ്യം എവിടേക്കോ കർത്താവ് തിരികെ ചേർക്കുന്നു, എവിടേക്കോ കർത്താവ് തിരികെ ചേർക്കുന്നു, എവിടേക്കോ കർത്താവ് ഉപയോഗിക്കുന്നു. ഇന്നലെ വരെ കണ്ടതല്ല ശുശ്രൂഷ, ഇന്നലെ വരെ ചെയ്തതല്ല ശുശ്രൂഷ, എനിക്കറിയത്തില്ല ശക്തമായത്. തമ്പുരാന് വേണ്ടത് കുറച്ച് ഉടഞ്ഞതിനെയാ, കുറച്ച് പൊട്ടിയതിനെയാ, കുറച്ച് വിള്ളല് വന്നതിനെയാ, എവിടേക്കോ മുറിഞ്ഞതിനെയാ, എവിടേക്കോ കിടന്ന് കരഞ്ഞതിനെയാ, നിന്ദിക്കപ്പെട്ടതിനെയാ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവിടെ നിന്നെ ആരെങ്കിലും വെള്ളം കോരാനായിരുന്നെങ്കിൽ ഹല്ലേലൂയ, അവരകത്തുള്ള ഏറ്റവും നല്ല പാത്രമേ കിണറിന്റെ അവിടെ കൊണ്ടുവരത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ, ഏറ്റവും നല്ലതേ കൊണ്ടുവരുവത്തുള്ളൂ. പക്ഷെ തമ്പുരാൻ അങ്ങനല്ലെന്ന്. തമ്പുരാൻ പണിയുന്നത് ഓട്ടഞ്ഞതിനെയാ, തമ്പുരാൻ പൊട്ടിയതിനെയാ. തകർന്ന ചില കുടുംബ ജീവിതങ്ങൾ, പൊട്ടിയ ചില കുടുംബ ജീവിതങ്ങൾ, ഉടഞ്ഞ ചില ബന്ധങ്ങൾ, ഉടഞ്ഞത് 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 ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഉടഞ്ഞത് വക്കുപൊട്ടുമ്പം വിഷമം വരും, ഉടയുമ്പം സങ്കടം വരും. പക്ഷേ അകത്തു നീ കേറി വരുമ്പോ, ഓ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ഭാഷയില്, ഇതും പിടിച്ചോണ്ട് ഈ കൊണ്ടുവന്ന ആൾക്കാർ കേറി വരുമ്പോ, ഇന്നലെ വരെ ആരും ഇതിനെ ശ്രദ്ധിക്കാത്തതിനെ എല്ലാവരും നോക്കുന്നൊരു നോട്ടമുണ്ട്. ജയ്സൺ ബ്രദറെ, എല്ലാവരും നോക്കുന്നൊരു നോട്ടമുണ്ട്. ഇവൻ ഇവിടെ കിടന്നതല്ലല്ലോ, ആരെങ്കിലും മാറ്റി നിർത്തിയോ? ആരെങ്കിലും നിന്ദിച്ചോ? ആരെങ്കിലും പരിഹസിച്ചോ? ഇവൻ നിന്നെ അതിശയത്തോടെ നോക്കുന്ന ഒരു സമയമുണ്ടെന്ന്. ഇവൻ നിന്നെ അത്ഭുതത്തോടെ, ഇവൻ നിന്നെ അത്ഭുതത്തോടെ, ഓ അത്ഭുതമേ, ആശ്രയമേ,
അതിശയമേ നിൻ കരുതൽ. ഒന്ന് പാടിയാട്ട വരികളൊന്ന് പാടിയാട്ട്. അത്ഭുതമേ എല്ലാവരും പാടി. അത്ഭുതമേ ആശ്ചര്യമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. ഓ അത്ഭുതമേ ദിശയറിയാതൊരു തുഴയുന്ന ഒരു കപ്പല് വർഷങ്ങളായി തുഴഞ്ഞോണ്ടിരിക്കുക. വർഷങ്ങളായി തുഴയുക. തമ്പുരാൻ പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് അപ്പനാ. ദൈവം കൈവിടത്തില്ല. എവിടേക്കോ ദൈവം ഇന്ന് തിരികെ ചേർക്കുക. എവിടേക്കോ ദൈവം നിന്നെ അത്ഭുതമാക്കുന്നു. എവിടേക്കോ ദൈവം അത്ഭുതമാക്കുന്നു. എവിടേക്കോ ദൈവം അത്ഭുതമാക്കുന്നു. എവിടേക്കോ ദൈവം അത്ഭുതം. പ്രാപിച്ച് എന്നെ ദൈവം അത്ഭുതമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എന്നെ ദൈവം അത്ഭുതമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എന്നെ ദൈവം ഒരു അത്ഭുതമാക്കുമെന്ന് അച്ഛാ വിശ്വസിച്ചോ. ദൈവം ഒരു അത്ഭുതമാക്കും. ദൈവം ഒരു അത്ഭുതം. ദൈവം ഒരു അത്ഭുതം. ഉടനെടുത്ത് വെട്ടിയെടുത്ത് ചെതറിയെടുത്ത് പൊട്ടിക്കിളിർപ്പിക്കുന്നു. പൊട്ടിക്കിളിർപ്പിക്കുന്നു. നീ പ്രാർത്ഥിച്ചോ. നിന്നെ ദൈവം ഒരു ഭയങ്കര അത്ഭുതമാക്കാം. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കാം. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കുക. എല്ലാവരും നിങ്ങൾ കാഴ്ചക്കാരായിരിക്കരുത്. എനിക്കറിയാം അസാധാരണമായ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ വിടുതലും കൊണ്ടേ പോകത്തുള്ളൂ. ഇന്ന് ഞാൻ പുതിയതൊന്നായേ പോകത്തുള്ളൂ. ഇന്ന് ഞാൻ പുതിയതായത് കേറി വന്നവരൊക്കെ അകത്തേക്ക് പോകുമ്പോൾ ഈ കൽഭരണികള് സത്യത്തിൽ ഒരു തവണയെങ്കിലും ചിന്തിച്ചു കാണും. ആരെങ്കിലും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർ നോക്കിയിട്ട് കാര്യമില്ല. അവർ നോക്കിയാൽ ഒരിക്കലും അകത്ത് കയറത്തില്ല. ഒരിക്കലും അകത്ത് കയറത്തില്ല. പക്ഷെ നോക്കണ്ടവൻ നിന്നെ കണ്ട, നോക്കണ്ടവൻ നിന്നെ കേറ്റിയ എടാ അകത്തു കിടക്കുന്നവനെ മാറ്റിയിട്ട്, അകത്തു കിടക്കുന്നവനെ മാറ്റിയിട്ട്, അകത്തു കിടക്കുന്നവനെ മാറ്റിയിട്ട് എളിയവനെ പറഞ്ഞ് എളിയവനെ പൊടിയിൽ നിന്നും ദാരിദ്ര്യനെ ഉയർത്തുവോ? ഉറപ്പുണ്ടോ? അങ്ങനാണെങ്കിൽ 10-ാം മാസം സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഈ കൽഭരണി അകത്ത് കയറിയെങ്കിൽ നീയും അകത്ത് കയറും. നീ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഉപയോഗിക്കും. ഇന്നെന്താ പരിശുദ്ധാത്മാവ് ആ ഭാഗം തന്നെ എടുക്കുന്നു. കർത്താവിന് ഉപയോഗിക്കാനുള്ളത് ആരൊക്കെയോ, കർത്താവ് ഉപയോഗിക്കാൻ. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ ഞാൻ പറയുക. കർത്താവിനാൽ പ്രയോജനപ്പെടേണ്ട ആരൊക്കെയോ ഏതൊക്കെയോ ഹല്ലേലൂയ ഒഴിഞ്ഞടത്ത് കിടക്കുക.
ഒഴിഞ്ഞു മാറി കിടക്കുക. പക്ഷെ തമ്പുരാൻ പറയുന്നു 10ാം മാസം നീ അകത്തു കയറാൻ തുടങ്ങുക. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ടേ, അതിങ്ങ് എടുത്തോണ്ട് വാ. അകത്ത് വന്നിട്ട് ഒഴിക്കാന്നല്ല, അകത്ത് കയറ്റിയത് എങ്ങനെയാണെന്നറിയാവോ? രാജകീയ അഭിഷേകത്തോടെ, രാജകീയ അഭിഷേകത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് കയറ്റിയത് എങ്ങനെയാണെന്നറിയാമോ? പുറത്തൂന്ന് നിന്നെ നിറച്ചിട്ട്. നീ ചുമ്മാ എടുത്തോണ്ട് ചെല്ലുകായിരുന്നെങ്കിൽ ആരും അതിനകത്ത് കയറ്റാൻ സമ്മതിക്കത്തില്ല. ചുമ്മാതെ എടുത്തോണ്ട് ഇതിനെ കൊണ്ടിയല്ലാക്കി പറയണോ, ഇത് അവിടെ കളഞ്ഞല്ലേ, അവിടെ കൊണ്ടുവെക്കാൻ പറയും. അല്ല, ഇച്ചിരിയുടെ കിലോമീറ്റർ അപ്പുറേ കൊണ്ട് കളയാൻ പറയും. ഹല്ലേലൂയ. പക്ഷെ നിന്നെ നിറച്ച് എന്ന് വെച്ചാ ഒരുത്തനും നിന്നെ കുറ്റം പറയാത്ത പറ്റാത്തതുപോലെ, ഒരുത്തനും നിന്നെ മാറ്റി നിർത്താൻ പറ്റാത്തതുപോലെ, ഒരുത്തനും നിന്നെ പിശാചിന് അസൂയ തോന്നുന്നത് പോലെ ദൈവം നിന്നെ അത്ഭുതമാക്കിയാൽ വേറൊരുത്തന് നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റത്തില്ലെന്ന്. ദൈവം നിന്നെ അത്ഭുതമാക്കിയ, ദൈവം നിന്നെ വേറൊരുത്തന് നിന്നെ എടുത്ത കുറിവാക്യത്തോട് നീതി പുലർത്തേണ്ടത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ച് ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ തുടങ്ങാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇത്ര നേരം പറഞ്ഞ ദൂതുമായിട്ട് ഇപ്പോഴ കുറച്ചുകൂടെ കണക്റ്റ് ആയ, ഉപയോഗിക്കപ്പെടാൻ ഒരു തക്ക സമയമുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ് ഒരു തക്ക സമയമുണ്ടെന്ന്. ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു തക്ക സമയമുണ്ട്. ഉണ്ടോ? അതില്ലേ? ഞാൻ ധൈര്യമായിട്ട് പറ, ഉണ്ടെന്ന്. ഉണ്ട്. ഹല്ലേലൂയ. തക്ക സമയം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്നലെ വരെ അത് പുറത്തായിരുന്നു ആ കൽഭരണി. ഈ കൽഭരണിയെ വിടാൻ തമ്പുരാൻ അനുവദിക്കുന്നില്ല. കാരണം ഇന്ന് ആരൊക്കെയോ കയറാനുണ്ട് അകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൽ പോയിട്ട് പിന്നെയും വരും അങ്ങോട്ട്. ഇന്ന് ചിലതൊക്കെ നിറയും അലച്ച. ഹല്ലേലൂയ. ടേസ്റ്റ് ആയത്, മധുരമുള്ളത്, ഹല്ലേലൂയ, രുചിച്ച് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് കൂടെ ചോദിക്കത്തക്ക നിലയിൽ ഇന്ന് ആരൊക്കെയോ ആകാൻ തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്നതുപോലെ അല്ലെന്ന്, ഇവിടെ പാതാള ഗോപുരത്തിൽ പിടിക്കാൻ പറ്റാത്തതുപോലെ ഇന്ന് നിറഞ്ഞു പോകുമെന്ന്. അപ്പൊ യേശുവിനെ ക്ഷണിക്കുന്നു. വീടൊക്കെ ഒരുപക്ഷെ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ല ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ കല്യാണമൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് ഷോക്കേസിലൊക്കെ വെച്ചിട്ട് കുറച്ച് മോശമായതൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കളയുന്നത്. പുതിയ പുതിയ പാത്രങ്ങൾ, ഹല്ലേലൂയ, പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ വീടിനകത്ത് മേടിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഹല്ലേലൂയ. പക്ഷേ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഇവർ കാൽ കഴുകാൻ ഉപയോഗിച്ച് ആ ഭാഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ അങ്ങ് പോട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഇതിന് അകത്തു വരാൻ ഒരു റൈറ്റ് ടൈം ഉണ്ട്.
നമ്മൾ ഉപയോഗിക്കപ്പെടാൻ, നമ്മൾ പ്രയോജനപ്പെടാൻ, നമുക്ക് നന്മ വെളിപ്പെടാൻ, നമുക്ക് വിടുതൽ ഉണ്ടാകാൻ ഒരു റൈറ്റ് ടൈം ഉണ്ട്. ഇച്ചിരി കൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ, ഇതകത്തു വരേണ്ട പാത്രമാണ്, ഇത് ഉപയോഗിക്കപ്പെടേണ്ട പാത്രമാണ്. അതുകൊണ്ട് ഏത് പറമ്പിൽ ഇത് കൊണ്ടിട്ടാലും ഓടയത്തില്ല, പൊട്ടത്തില്ല, പൊട്ടിപ്പോകത്തില്ലെന്ന്. എത്ര വലിയ കല്ല് അതിന്റെ മേളിൽ വീണാലും അത് പൊട്ടത്തില്ല. റൈറ്റ് ടൈം ഉണ്ട്, റൈറ്റ് ടൈം ഉണ്ട്, ഇത് റൈറ്റ് ടൈം ഉണ്ട്. നിങ്ങൾ ഒരു നന്മ അനുഭവിക്കാനുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള വ്യക്തിയാണെങ്കിൽ, ഇനി ഏതു വലിയ രോഗത്തിന്റെ സെല്ല് നിന്റെ അകത്തുണ്ടായാലും, ഏതു വലിയ ഹല്ലേലൂയ പ്രതികൂലം നിന്റെ മേൽ പാതാള ഗോപുരം അഴിച്ചു വിട്ടാലോ, എന്റെ ഭാഷയിൽ പറഞ്ഞ അതിനെ കോടഞ്ഞിട്ട് റൈറ്റ് ടൈമിൽ ഞാൻ അകത്ത്. റൈറ്റ് ടൈം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കാം ഒരു റൈറ്റ് ടൈം. നീ നിൽക്കുന്നത് റൈറ്റ് ടൈമിലാ, നീ നിൽക്കുന്നത് ഒരു ഭയങ്കര റൈറ്റ് ടൈമിലാ. അകത്തു കയറണ്ട, ഉപയോഗിക്കപ്പെടേണ്ട റൈറ്റ് ടൈമായി 10-ാം മാസം ആത്മാവ് പ്രവചിക്കുന്നു. ഈ മാസം 16-ാം തീയതിയുമായി ബന്ധപ്പെട്ട് ലൈഫിനകത്ത് ഒരു ഭയങ്കര തിരിവ്. നാളുകളായി മുടങ്ങിക്കിടന്നതിന്റെ റിസൾട്ട് യേശുവിന്റെ നാമത്തിൽ അതിന്റെ റൈറ്റ് ടൈം വെളിപ്പെടുന്നു. അപ്പൊ തക്ക സമയം, റൈറ്റ് ടൈം പറഞ്ഞേ, റൈറ്റ് ടൈം. ഹല്ലേലൂയ, തക്ക സമയം. അപ്പൊ ഈ തക്ക സമയം വരെ ഈ പാത്രം ഈ ആൾക്കാർ കൊണ്ടിട്ടോടത്ത് കിടന്നോണം. അവിടെ നിന്ന് ഉരുണ്ട് വിളഞ്ഞ് പോയി കഴിഞ്ഞിട്ട് കഥയൊന്നുമില്ല, അവിടെ നിന്ന് ഉരുണ്ടുരുണ്ട് പോയിട്ട് കഥയില്ല. ഹല്ലേലൂയ. ഇവിടെ തന്നെ കിടന്നാൽ, ഇവിടെ തന്നെ താണങ്ങിരുന്നാൽ, പ്രതികൂലത്തിന്റെ അകത്തും ദൈവത്തോട് ഹല്ലേലൂയ കുറ്റം പറയാതെ താണങ്ങിരുന്നാൽ, പ്രതിസന്ധിക്കകത്തും കുറ്റം പറയാതെ താണിരുന്ന, താഴ്ചയുടെ അകത്തും കുറ്റം പറയാതെ താണിരുന്ന, എളിയവനെ പൊടിയിൽ നിന്ന്, ദരിദ്രനെ കുപ്പയിൽ നിന്ന്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, തക്ക സമയം. നമുക്ക് എപ്പോഴും അതാ നല്ലത്. നമുക്ക് മുന്നേയും ആകണ്ട. നമ്മുടെ മേൽ ഒരു വാഗ്ദത്തം എപ്പം നടത്തണമെന്ന് ദൈവത്തിനറിയാം. പിന്നെ നമ്മൾ കിടന്ന് കർത്താവേ മറന്നുപോയോ, ഹല്ലേലൂയ മറന്നുപോയോ, ഇത് കാണുന്നില്ലേ, അയ്യോ. ദൈവത്തിന് സ്വസ്ഥത കൊടുക്ക്. ചെയ്തോളും. ഹല്ലേലൂയ, സ്വസ്ഥത കൊടുക്ക്. തമ്പുരാൻ ചെയ്യുമെന്നേ. ഹല്ലേലൂയ. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു ഫോൺ കോളാ. എന്നോട് ഒരു ആന്റി പറയാ, ഞാനങ്ങ് ദൈവത്തോട് 1000 പ്രാവശ്യം എഴുതി വെച്ച് ചോദിച്ചു, മറന്നോ എന്ന്. ഹല്ലേലൂയ. ഇത് മറക്കാൻ ഞാൻ പറഞ്ഞ കാര്യമാണോ? എടാ, തമ്പുരാനല്ലേ പറഞ്ഞത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പ്രസംഗിക്കുന്നത് പോലെ ഹല്ലേലൂയ, പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടത് ചിന്തിക്കേണ്ടെന്ന്. അബ്രഹാമെ, ഓരോ ബർത്ത്ഡേ കഴിയുമ്പോൾ നീ അതങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്ക്. എടാ, 100ാമത്തെ വയസ്സിലും ഓരോ ബർത്ത്ഡേക്കും കേക്ക് അങ്ങ് മുറിക്ക്.
ശരീരം ബലഹീനമാണെങ്കിലും അത് ടെൻഷൻ അടിക്കണ്ട. ആകാശത്തേക്ക് ഇറങ്ങി നോക്ക്, കടൽക്കരയിലെ മണൽത്തരിയെ നോക്ക്. പിന്നെ നമ്മൾ മറന്നോന്ന് ചോദിച്ചു ഇറിറ്റേറ്റ് ചെയ്യരുതേ. നടത്തും. തക്ക സമയമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നടക്കും. അത് കാണാതെ ഒരു പാതാള ഗോപുരവും അടയ്ക്കത്തില്ല, ജയിക്കത്തില്ല. ഇന്ന് ഈ ദൂത് കേൾക്കാനാ കൊണ്ടുവന്നേ, ഇന്ന് അത് ഉറപ്പിക്കാനാ ദൈവം നിങ്ങളെ കൊണ്ടുവന്നേ. ജയിക്കത്തില്ല. അകത്തു കേറേണ്ടതാ. അപ്പൊ തക്ക സമയമുണ്ട്. അതുവരെ ഒന്ന് താണിരിക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അബ്രഹാമിന്റെ വിശ്വാസം ഭയങ്കരമല്ലേ. നമ്മളാണ് 100 വർഷം കൊണ്ട് ജെയ്സൺ ബ്രദറെ 100 സമയം പോകും. ഹല്ലേലൂയ. കാരണം നടക്കുന്നില്ലല്ലോ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ മുന്നിലത്തെ ഞായറാഴ്ച തോന്നുന്നു ഈവനിങ് സർവീസിൽ ഞാൻ പ്രസംഗിച്ചു. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ഓരോരോ വയസ്സ് പോകുമ്പോഴും പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട്, അപ്പാ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നീ എന്നെ കാണിച്ചോ, കടൽത്തരയിലെ മണികളെ നീ നോക്കാൻ പറഞ്ഞോ. എനിക്കത് വിശ്വാസവാ. ദിവസങ്ങളെ ദൈവം പറഞ്ഞിരിക്കുന്ന ആയുസ് വരെ ജീവിക്കും. എനിക്ക് ഉറപ്പാ. അത്ഭുതമാക്കും. എനിക്ക് ഉറപ്പാ. പാതാള ഗോപുരം ജയിക്കത്തില്ലെന്ന്. ഏതെല്ലാം ഇനി ഹൈയായി നിന്നാലും, ഹല്ലേലൂയ, ഏതെല്ലാം പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ പറയാവുന്ന എല്ലാം ഹൈയായി നിന്നാലും നെവർ മൈൻഡ്. ഹല്ലേലൂയ, ജയിക്കത്തില്ല. ഞാൻ ഉപയോഗിക്കേണ്ട ഒരു റൈറ്റ് ടൈം ഉണ്ട്. എനിക്ക് വിടുതൽ ഉണ്ടാകേണ്ട ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഉപയോഗിക്കപ്പെടേണ്ട ഒരു തക്ക സമയമുണ്ട്. തക്ക സമയത്തിന് മുന്നേ 4 മണിക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ്, 4 മണിക്കെന്ന് ഇരിക്കട്ടെ, റൈറ്റ് ടൈം ആണേ. 4 മണിക്കത്തെ ടിക്കറ്റ് ഇപ്പം ഇവിടെ ചെമ്മാവേലിക്കരയെന്ന് കയറുക. നമ്മൾ 3:30 കയറി ഇരുന്നിട്ട് എടുക്കെന്ന് പറഞ്ഞ പോകത്തില്ല. ചൂടെടുക്കുന്ന, എനിക്ക് ആവി പിടിക്കുന്ന, എനിക്ക് നേരത്തെ ചെന്ന് അവരെ കാണണം. നോ, 4 മണിയാകാതെ എടുക്കത്തില്ല. ഇതിനൊക്കെ ഒരു സിഗ്നൽ ഉണ്ടെന്ന്, ഒരു സിഗ്നൽ കിട്ടും. ഹല്ലേലൂയ. നമ്മൾ 3:30 ഇരുന്ന് പറയൂ, എടുക്കുന്നില്ലേ, പോകുന്നില്ലേ. ഹല്ലേലൂയ. ചിലപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ താമസിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ ഈ അങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും ഈ റെയിൽവേ ക്രോസ് ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്. 10-15 മിനിറ്റ് പോയി കിട്ടി. പക്ഷെ നമ്മുടെ മനസ്സ് ആ മീറ്റിംഗ് സ്ഥലത്ത് എത്തിക്കഴിയും. അപ്പോഴും നമ്മൾ ഇതെന്തോ പെയ്യെ പോകുന്നേ, ഞാനാണെങ്കിൽ പറയും ചവിട്ടി വിട്, എന്തോ ചവിട്ടി വിട്ടാലും നമ്മുടെ റോഡിൽ കൂടെ പോകാവുന്ന ഒരു സ്പീഡല്ലേ. ഹല്ലേലൂയ. തക്ക സമയത്തെ എത്തത്തുള്ളു. അതുവരെ ആ കോ-പൈലറ്റായിട്ട് നമ്മളങ്ങ് മിണ്ടാതിരിക്കണം. നമ്മളെ എത്ര മല്ല് പിടിച്ചാലും ഫാസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി ഞാൻ എന്ത് പറഞ്ഞാലും നീങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പം ഒരു താണിരിക്കാൻ ഒരു മനസ്സ്, അതാ താണിരിക്കാൻ. കേട്ടതൊന്നും നടക്കാതെ പോകത്തില്ല.
എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്ത് വെച്ചങ്ങ് പറയാം. എൻ്റെ പിതാവാണത് ഗിറ്റാർ വായിക്കുന്നത്. വളരെ ദൂരത്തിൽ നിന്ന് ഓടി വരിക, ഒരു 105 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് എല്ലാ മീറ്റിങ്ങിനും ഓടി വരും. എന്നെ ഒരു 3-ാമത്തെ വയസ്സ് മുതൽ എവിടെല്ലാം മീറ്റിംഗ് ഉണ്ടോ എൻ്റെ ജെയ്സൺ ബ്രദറെ അവിടെ എല്ലാം കൊണ്ടുപോകും. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിൽ തന്നെയാണ്. അതുകൊണ്ട് കിട്ടാവുന്ന കൺവെൻഷൻ മീറ്റിങ്ങുകൾ പൊക്കമില്ലെങ്കിൽ സ്റ്റേജ് കയറ്റി നിർത്തി പാടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ പെന്തക്കോസ്തിൽ ജനിച്ച് വളർന്നെന്നൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ഒരു ടീനേജൊക്കെ ആ പ്രായമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോടൊരാളൊരു പെട്ടെന്നൊരു പ്രവചനമൊക്കെ പറയുമ്പോൾ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എവിടെ ചെന്നിരുന്നാലും എനിക്കുള്ള ദൂതത, ഏത് പ്രവാചകം വന്നാലും ഇതാ. അവസാനം ചർച്ചിലൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ പോകാതായി. ഹല്ലേലൂയ. പക്ഷേ തമ്പുരാൻ റൈറ്റ് ടൈമിൽ ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ സമയമാകുമ്പോൾ നീ ഏത് മണ്ഡലത്തിലാണെങ്കിലും, ഏത് താഴ്വരയിലാണെങ്കിലും, ഏത് പ്രതികൂലത്തിലാണെങ്കിലും നിന്നെ പൊക്കിയെടുത്തകത്തു കയറ്റാൻ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ഇന്ന് ചില തലമുറകൾ ഇതിനകത്ത് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുകയാ. ഇന്ന് ചില ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റോണോ? ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുന്നേറ്റോണോ? ഇന്ന് ചിലര് യെസ് 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 ദൈവത്താൽ ഉപയോഗിക്കാൻ, ദൈവത്താൽ ഉപയോഗിക്കാൻ, ദൈവത്താൽ ഉപയോഗിക്കാൻ. എനിക്കറിയത്തില്ല, ഇന്ന് നിങ്ങളുടെ മേൽ ഭയങ്കര ഒരു അഭിഷേകം വീഴും. നിങ്ങളുടെ മേൽ ഭയങ്കര ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. ദൈവം ആരെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഞാൻ എഴുതിക്കൊണ്ട് വന്നത് മുഴുവൻ പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം നടക്കണമെന്ന് ഉറപ്പുണ്ട്. വിടുതൽ ഇവരിൽ സംഭവിക്കണം, വിടുതൽ നടക്കണം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കൊതിക്കുന്നവർ പ്രാപിച്ചോ. നിങ്ങളുടെ കാലുകളിൽ നിന്ന് ഒരു ചങ്ങല അഴിയുന്നത് പോലെ, നിങ്ങളുടെ കാലുകളിൽ നിന്ന് ഒരു ചങ്ങല അഴിയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവം ഉപയോഗിക്കാൻ, ദൈവം ഉപയോഗിക്കാൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത്, നിന്റെ തലമുറയ്ക്ക് ഒരു തക്ക സമയമുണ്ട്, നിന്റെ കുഞ്ഞിനൊരു തക്ക സമയമുണ്ട്, നിന്റെ ഭാവിക്ക് ഒരു തക്ക സമയം, നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു തക്ക സമയം, തക്ക സമയത്ത് ഒരു റൈറ്റ് ടൈം. യെസ് 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 ഒരു റൈറ്റ് ടൈം. ഇന്ന് ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ. ഇന്ന് ചില തക്ക സമയം വെളിപ്പെടുന്നു. അതത്രേ ഈ തക്ക സമയം. ചില തക്ക സമയത്ത് എത്തി നിൽക്കുക. ഇന്നകത്ത് കയറിയ, ഇന്നകത്ത് കയറാൻ കൊടുത്ത, വിട്ടുകൊടുത്ത ഉപയോഗിക്കപ്പെടും. എവിടൊക്കെയോ ഉപയോഗിക്കപ്പെടും. അലശ പ്രാപിച്ചോ. ഭയങ്കര ഒരു അഭിഷേകം വീഴുന്നുണ്ട്. എനിക്കറിയാം ശരീരത്തിനകത്ത് അസാധാരണമായ അഭിഷേകം വീഴുകയാ. എവിടെയോ 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 കർത്താവിനെ ഉപയോഗിക്കാൻ ഒരു ഭയങ്കര മാറ്റിന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. നീ ഉപയോഗിക്കപ്പെടുവാൻ, ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുകയാ. ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുന്നു. നിറയാൻ തുടങ്ങുന്നത് പോലെ, നിറയാൻ തുടങ്ങുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. ഒരഭിഷേകം ദൈവം തുറക്കുന്നു, ഒരഭിഷേകം ദൈവം തുറക്കുന്നു. ഉണർവിനാ ഉപയോഗിക്കണേ.
ആത്മാവിന്റെ ബന്ധനം. പറ, വായ് തുറന്ന അന്യഭാഷ പുറത്തു വരട്ടെ. വായ് തുറന്ന അന്യഭാഷ പുറത്തു വരട്ടെ. ആ പറഞ്ഞോ, അത് പറഞ്ഞോ, ആ വാക്കങ്ങ് പറഞ്ഞോ. ആ ഒരു ഭയങ്കര അഭിഷേകം വീഴുന്നു, ഭയങ്കര അഭിഷേകം വീഴുന്നു. ആ യെസ്, ആ തുറക്കുന്നു. ഒരു ദൈവിക സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി തൊടുന്നു. നീ ഉപയോഗിക്കുന്നു, നീ എവിടൊക്കെയോ തിരികെ ചേർക്കുന്നു. ദൈവത്തിന്റെ എവിടൊക്കെയോ ഒരു തക്ക സമയം വെളിപ്പെടുന്നു. ഒരു തക്ക സമയം ഒന്ന് പറഞ്ഞ്, ഉപയോഗിക്കണമേ. ഒന്ന് പറഞ്ഞ്, ഉപയോഗിക്കണമേ. എവിടൊക്കെയോ ഉപയോഗിക്കണമെന്ന് ഒരു തക്ക സമയം. ആ തക്ക സമയത്ത് എത്തി നിൽക്കുക. ഒരു തക്ക സമയത്ത് എത്തി നിൽക്കുക. ആത്മാവ് പ്രവചിക്കുന്നു, തലമുറയുമായി ബന്ധപ്പെട്ട റൈറ്റ് ടൈമിലാണ്. ചിലതിനകത്തു നിന്ന് ദൈവം പറിച്ചു കൊണ്ടുവന്നതാണെന്ന്. അകപ്പെടാതിരിക്കാൻ, ഉടച്ചു കളയാൻ നോക്കിയതിനകത്തു നിന്ന് കരുണയും സമ്പന്നനെ സ്നേഹിച്ച സ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ. ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴ്, അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങൾ കരുതും. ദൈവം കരുതൂ. ആരും കരുതിയില്ലെങ്കിൽ ദൈവം കരുതുമെന്ന്. ആരും കരുതിയില്ലെങ്കിൽ ദൈവം കരുതുമെന്ന്. ആരും കരുതിയില്ലെങ്കിലോ പരിശുദ്ധനോ പ്രവചിക്കുന്നേ. ആരും കരുതിയില്ലാലോ ദൈവം കരുതുമെന്ന്. അവന്റെ കൈ കീഴിൽ താണിരിക്കാൻ ഒരു ഭയങ്കര കരുതല് യേശുവിന്റെ നാമത്തിൽ. ഉടഞ്ഞോ, കരഞ്ഞോ, നിരാശപ്പെട്ടോ, ഒട്ടി നിന്നവരെല്ലാം വിട്ടുപോയോ? പക്ഷെ തമ്പുരാൻ സമീപസ്ഥനാണെന്ന്, തമ്പുരാൻ കരുതുമെന്ന് ആരോടോ പരിശുദ്ധനാ പ്രവചിക്കുന്നു. ഓ അവന്റെ എനിക്കറിയാം ഈ അന്തരീക്ഷം ശക്തമായി ചലിക്കുകയാണ്. നിങ്ങളുടെ ഹാലേലൂയ, നിങ്ങൾ അഭിഷേകത്തിൽ നീന്തി കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇരുന്നു കൊണ്ടാണെങ്കിലും നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുക. അവൻ നിങ്ങളെ തക്ക സമയത്ത്, എന്റെ തലമുറയ്ക്കൊരു തക്ക സമയമുണ്ടെന്ന് പറ. നീ കൂട്ടിയാൽ കൂടിയാത്തൊരു സമയം, നീ സ്വരൂപിച്ചാൽ സ്വരൂപിക്കാത്ത, നീ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ നടക്കാത്ത, പക്ഷെ ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. നീ വിചാരിച്ചത് പരാജയപ്പെട്ടോ, നീ കൂടിയിട്ട് കൂടുന്നില്ലേ? ഒരു തക്ക സമയം, ഒരു തക്ക സമയമുണ്ടെന്ന്. കരഞ്ഞതിനൊരു തക്ക സമയമുണ്ട്.
പിടിച്ചതിനൊരു തക്ക സമയം. ചില വഴികൾ തുറക്കുന്നു ആ വീടിനകത്ത്. പിശാച് കൊണ്ടിട്ട എല്ലാ സാധ്യതകളും പൊളിയുന്നു. ഒരു തക്ക സമയം. വഴി അടഞ്ഞോ, നിരാശപ്പെട്ടോ, തമ്പുരാൻ പറയോ തക്ക സമയമുണ്ട്. ഒരു തക്ക സമയമുണ്ട്. വഴി തുറക്കുന്ന സമയം. ഒരു വഴി തുറക്കുന്ന സമയം. ആത്മഹത്യ ചെയ്യാൻ നിന്ന സഹോദരിയുടെ വീടിനകത്ത് ഒരു തക്ക സമയമുണ്ടെന്ന്. നീ ആത്മഹത്യ ചെയ്യത്തില്ല. നീ വിറക് പെറുക്കും. നീ പ്ലാൻ ചെയ്യും, വിറക് പെറുക്കും. പക്ഷെ തമ്പുരാൻ പറയും ഒരു തക്ക സമയം. കടക്കാരി വന്ന് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കി നിൽക്കും. പക്ഷെ തക്ക സമയമുണ്ട്. തക്ക സമയമുണ്ട്. ഓ, എനിക്കറിയാം ആരുടെയൊക്കെയോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് പോലെ. നിനക്കൊരു തക്ക സമയം. നിന്റെ തലമുറയ്ക്കൊരു തക്ക സമയം. എനിക്കറിയാം ഈ അന്തരീക്ഷത്തിനകത്ത് എന്തൊക്കെയോ ചേഞ്ച് ആകുന്നു. ഈ അന്തരീക്ഷം ഭയങ്കരമായി ചേഞ്ച് ആകുന്നത് പോലെ. ഈ അന്തരീക്ഷം ഭയങ്കരമായി ചേഞ്ച് ആകുന്നു. ഈ അന്തരീക്ഷം ഭയങ്കരമായി ചേഞ്ച് ആകുന്നു. യോബെ പൊട്ടിക്കിളിക്കാൻ ഒരു തക്ക സമയമുണ്ട്. യോബെ പഴകിപ്പോയടത്തുനിന്ന് കിളിക്കാൻ ഒരു സമയമുണ്ട്. കുറ്റി മണ്ണിനകത്ത് പോയടത്തുനിന്ന് എഴുന്നേക്കാൻ ഒരു സമയമുണ്ട്. ഇത് സമയവാ. ഇത് എഴുന്നേക്കുന്ന സമയവാ. ഉണങ്ങിയിടത്ത് നിന്ന്, കുറ്റിക്കെട്ടെന്ന് ആരൊക്കെയോ പറഞ്ഞിടത്ത് നിന്ന്, പഴകിയെന്ന് പറഞ്ഞിടത്ത് നിന്ന് പൊട്ടിക്കിളിക്കുന്ന ഒരു സീസൺ. കർത്താവ് ഒരു ഭയങ്കര ഗൈഡൻസ് എനിക്ക് തരുന്നു. രണ്ട് യൗവനക്കാരെ ഞാൻ ഇതിനകത്ത് കാണുന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധമോ ശക്തമായി സംസാരിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു സമയമായത്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട. ഏതൊക്കെയോ തലമുറകളുടെ മേൽ ഇന്നൊരു തക്ക സമയം വെളിപ്പെടുന്നു. എനിക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള മോനെ, കറുത്ത ഷോളിട്ട മോളെ എഴുന്നേറ്റാട്ടെ. യെസ്, നീങ്ങി വാ. ഓ, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, നിന്റെ സമയമാ. ഭയങ്കര ഒരു അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു. നീ തക്ക സമയത്ത് എത്തി നിൽക്കുക. ഒത്തിരി തവണ വക്ക് പൊട്ടി, ഒത്തിരി തവണ ഉടഞ്ഞു. ഇനി ഇല്ലെന്ന് എന്താ പറയാ, നീ സ്വയമായി വിധി എഴുതി. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, പലതവണ നീ വീട് വിട്ടാലോ എന്ന് പോലും ചിന്തിച്ചു.
ആത്മാവ് പ്രവചിക്കുക. നിന്നെ കർത്താവിനെ എവിടൊക്കെയോ കയറ്റി വിടാനുണ്ട്. നിന്നെ കർത്താവിനെ എവിടൊക്കെയോ കയറ്റാനുണ്ട്. നിന്നെ കർത്താവിനെ എവിടൊക്കെയോ എന്നൊരു പ്രവചന ശബ്ദം നിന്നോട് കൈമാറാം. നീ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. കേരള പോലീസിന്റെ യൂണിഫോമിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥയായി ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച, സ്റ്റാർ വെച്ച യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നീ ആ യൂണിഫോമിൽ നിൽക്കുന്നു. സഭയൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സഭ ഈ കുഞ്ഞിന് വേണ്ടി കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാഗ്ദത്തത്തെ മറിക്കുന്ന, വാഗ്ദത്തത്തെ പൊട്ടിക്കുന്ന എന്തോ ആകാൻ ആഗ്രഹം. ഞാൻ ഇവളോട് സംസാരിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും യേശുവിന്റെ നാമത്തിൽ നീ അത് മേടിക്കും. നീ ഗവൺമെന്റിന്റെ സാലറി മേടിക്കും. അവള് ഫെബ്രുവരിയിൽ ഇവിടെ വന്നെന്ന് പറയുന്നു, മീറ്റിങ്ങിന് പ്രാർത്ഥിച്ചു. ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ സീറ്റ് ഇവിടെ എല്ലാവർക്കും ഇവിടെ തരാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൾക്ക് ഫുൾ A+ കിട്ടി. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ ഒരു മധുരം നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തക്ക സമയമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ, ഞാൻ പറയാം, എനിക്കുണ്ട്. ഉണ്ട്. ഹല്ലേലൂയ. തക്ക സമയം ഉണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡിയായി വിറക് പെറുക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ തോട്ടത്തിൽ പോയി സമയം വേസ്റ്റ് ആക്കിയതേ ഉള്ളൂ. ഹല്ലേലൂയ. വിറക് പെറുക്കി നടന്ന് സമയം കളയുമായിരുന്നു അല്ലേ? ആത്മഹത്യ ചെയ്തോ? ചെയ്തില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഒരാടയൊന്ന് ഉണ്ടാക്കി കൊടുത്തു. മതി. അതിലുണ്ടെന്ന് തക്ക സമയം, അതിലുണ്ടെന്നല്ല. ഹല്ലേലൂയ. തക്ക സമയമുണ്ട് കേട്ടോ. കേട്ട വാഗ്ദത്തങ്ങൾക്ക്, കേട്ട ദൈവ ശബ്ദങ്ങൾക്ക്, തലമുറയോട് നീ കേട്ട ഓരോരോ വാഗ്ദത്തങ്ങളും എൻ്റെ മുന്നിലിരുന്ന് ഓല കരയുന്ന ചില മാതാക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാം.
തലമുറയോട് കേട്ട ഓരോരോ വാഗ്ദത്തങ്ങൾക്കും ഒരു തക്ക സമയമുണ്ട്, ഒരു തക്ക സമയമുണ്ട്. അത് കാണാതെ, അത് അനുഭവിക്കാതെ ഒരു 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 തരി മണ്ണ് നിന്റെ ദേഹത്ത് വീഴത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞ, പാതാള ഗോപുരം നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഞാൻ ഒന്നുകൂടെ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുക, ഞാൻ ഒന്നുകൂടെ ഉറച്ചോണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തത്തിലേക്ക് ഞാൻ അടുത്തോണ്ടിരിക്കുക, എൻ്റെ തക്ക സമയത്തിലേക്ക് ഞാൻ ബന്ധപ്പെട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പറയണം, അങ്ങനെ പറയണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ജയിക്കത്തില്ല, പിശാചെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഇതൊക്കെ മടക്കേണ്ട സമയം കഴിഞ്ഞ്. പക്ഷെ ഇത് ഇന്നും ഇത് ജീവിക്കുന്നെങ്കിൽ ജയിച്ചത് കൊണ്ടാ. ഭൂമിയിൽ ജയിച്ചൊറ്റൊരെണ്ണം ഉണ്ടെങ്കിൽ ജയിച്ചത് ഇതൊറ്റ ഒരെണ്ണമേ ഉള്ളെന്ന്. അതുകൊണ്ട് ഞാനും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. പ്രതിസന്ധികളൊക്കെ വരുമ്പോ ഇതങ്ങോട്ട് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറയണം, ജയിക്കത്തില്ല, ജയിക്കത്തില്ല. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുക. അവന്റെ ബലമുള്ള കൈക്കീഴിൽ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ ദൈവത്തിന്റെ കരത്തിന് ഭയങ്കര ബലവാ. കാരണം എന്നറിയാമോ? നിന്നെ വിട്ടുകൊടുക്കാതെ താഴെ നിന്ന് പാതാള ഗോപുരം നിന്നെ വലിക്കുമ്പോ, താഴെ നിന്ന് പാതാള ഗോപുരം നിന്നെ വലിക്കുമ്പോ ബലമുള്ള ഒരു കരം നിന്നെ താങ്ങി പിടിച്ച്, പത്രോസിന് നേരെ നീട്ടിയത് ഹല്ലേലൂയ ഒരു കൊച്ചു കരമായിരുന്നില്ല. ഹല്ലേലൂയ. ബലമുള്ള ഒരു കരം, വീണു പോകാതെ ചാടി ഇറങ്ങിയില്ലേ? ഈ ദൈവത്തെ പറ്റി എവിടേക്കോ കേട്ടറിഞ്ഞ് ഇറങ്ങി തിരിച്ചില്ലേ? ദൈവത്തെ അനുഭവിച്ചിറങ്ങിയില്ലേ? ഒരു കരമുണ്ട്, പിടിച്ചു കയറ്റാൻ ഒരു കരം ഇറങ്ങി വരുമെന്ന്. പിടിച്ചു കയറ്റാൻ ഒരു കരം ഇറങ്ങി വരും. താണൊന്നിരിക്കണം, താണൊന്നിരിക്കണം. ഓ വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ ചൊല്ലും മണ്ണാകിലും, വക്കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും, ഹല്ലേലൂയ, വക്കൊടിഞ്ഞാലും വളഞ്ഞു പോയാലും തക്ക സമയത്ത് നല്ലൊരു പാത്രമാണ്, നല്ലൊരു ഹല്ലേലൂയ ഒരു ഉപയോഗമുള്ള പാത്രമായി നിങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ചക്രത്തിലേക്കൊന്ന് താഴ്ത്തിയേക്ക്? ഒന്ന് താണിരിക്കാമോ? ഒന്ന് താണിരിക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ആ ബലമുള്ള കൈ കീഴിൽ ഞാൻ താണിരിക്കാൻ തയ്യാറാണെന്ന്, ആ ബലമുള്ള കൈ കീഴിൽ ഞാൻ ഒന്ന് താണിരിക്കാൻ തയ്യാറാണെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താണിരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ എവിടൊക്കെയോ, ദൈവം നിന്നെ എവിടൊക്കെയോ അന്തരീക്ഷം ഭയങ്കരമായ പ്രാർത്ഥനയുടെ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നു.
പ്രാർത്ഥനയുടെ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നു. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞാൻ ബലമുള്ള കൈക്കീഴി താണിരിക്കാം. റെഡിയാ, റെഡിയാ. എൻ്റെ തക്ക സമയം, എൻ്റെ തക്ക സമയം, എൻ്റെ തക്ക സമയം, എൻ്റെ തക്ക സമയം വെളിപ്പെടണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തക്ക സമയം ഒന്ന് വെളിപ്പെടുവാൻ. ഒരു വലിയ ദൈവ സാന്നിധ്യം വീഴുന്ന ഞാൻ കാണുന്നു. ചില ശൂന്യതകൾ പൊട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ചില ശൂന്യതകൾ വഴിമാറുന്നു. ഞാൻ കാണുന്നു ആ നെഞ്ചിനകത്ത് നിന്ന് വലിയൊരു ഭാരം വിട്ടുപോകുന്നത് പോലെ. എന്നാ കർത്താവേ എന്ന് ചോദിച്ച ചില വിഷയം ആത്മാവ് പ്രവചിക്കുന്നു. അടുത്ത 3 ദിവസത്തിനകത്ത്, 3 ദിവസത്തിനകത്ത് ഒരു തക്ക സമയം വെളിപ്പെടുമെന്ന്, തക്ക സമയം വെളിപ്പെടുമെന്ന്. എല്ലാവരും പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. തക്ക സമയം, തക്ക സമയം, തക്ക സമയം, തക്ക സമയം, തക്ക സമയം. ഒരു സാന്നിധ്യം ചലിക്കുന്നു, ചലിക്കുന്നു, ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. ദൈവശക്തി, ഒരു ദൈവശക്തി. തക്ക സമയം, നിന്റെ തക്ക സമയമായത്, നിന്റെ തക്ക സമയമായത്. ഉടഞ്ഞ ചില ബന്ധങ്ങൾ എന്നോട് പരിശുദ്ധമ പ്രവചിക്കുന്നു. പൊട്ടിയ ചില മുത്തുകളെ ദൈവം കോർത്തിണക്കുന്നത് പോലെ. ചെതറിയത് എന്തൊക്കെയോ, ചെതറിയത് എന്തൊക്കെയോ. ഓ പ്രാർത്ഥിച്ചോ. ഒരു തക്ക സമയം, ചിലത് വെളിപ്പെടാൻ ഒരു തക്ക സമയം, ചിലത് വെളിപ്പെടാൻ ഒരു തക്ക സമയം. ആ വലിയ നേടുതൽ സംഭവിക്കുന്നല്ലോ. ഒരു ഭയങ്കര അഭിഷേകം വീഴുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഒരു തക്ക സമയം, ഒരു തക്ക സമയം. ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ സീസൺ. ചിലത് വെളിപ്പെട്ട് വരുന്ന സമയം. ചിലത് 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 വെളിപ്പെടുന്നു. ഇതൊരു തക്ക സമയം ആന്റി. കരഞ്ഞതിനൊരു തക്ക സമയമുണ്ട്, പൊട്ടിയതിനൊരു തക്ക സമയമുണ്ട്. ദേശത്തുടഞ്ഞു പോയില്ലേ, നിന്ദിക്കപ്പെട്ടതിനൊരു തക്ക സമയം ഉണ്ടെന്ന്. നീ യാത്രകൾ ചെയ്യുന്ന ഒരു സമയം, അനാഥമായ ചില ഏകയായ സമയമില്ലേ, ഇതിന് മറുപടി ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. ഞാൻ കാണുന്നത് കണ്ണുനീരോടെ ചിലരൊക്കെ കരയുന്നത് പോലെ. പ്രാർത്ഥിച്ചേ. ഒരു തക്ക സമയം. നിന്റെ വീടിനകത്തേക്ക് ചിലത് കർത്താവ്